നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദ വ്യവസായി മുഹമ്മദ് ഷർഷാദ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ. ചെന്നൈയിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കൊച്ചി സ്വദേശിനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഷർഷാദ് ഡയറക്ടറായ കമ്പനിയിൽ ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. ചെന്നൈയിൽ നിന്നും കൊച്ചി സൗത്ത് പോലീസാണ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി സ്വദേശികളായ 2 പേരിൽ നിന്നായി 40 ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി. ഷർഷാദിന് പുറമെ കമ്പനി സിഇഒ തമിഴ്നാട് സ്വദേശിയും കേസിൽ പ്രതിയാണ്. ഷർഷാദിനെ രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ നേരത്തെ ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വിഷയം കൂടിയായിരുന്നു അത്. പരാതിയായി CPM പോളിറ്റ് ബ്യൂറോയ്ക്കടക്കം കത്തയച്ചിരുന്നു. അത് ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു. UK വ്യവസായിയായ രാജേഷ് കൃഷ്ണയും CPMലെ ഉന്നത നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നാരോപിച്ചായിരുന്നു ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചത്. CPM നേതാക്കളുടെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ എന്ന് കത്തിൽ പരാമർശിച്ചു. വിവാദമായ ആ കത്ത് പുറത്തു വന്നത് ആഗസ്റ്റ് മാസത്തിലായിരുന്നു. ആരോപണങ്ങൾക്ക് പിറകെ MV ഗോവിന്ദൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരുന്നു. താൻ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല പരാതി കൊടുത്തതെന്നും CPMലെ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷർഷാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നു. രാജേഷ് കൃഷ്ണ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്നും പണം തട്ടിയെന്നും MV ഗോവിന്ദന്റെ മകനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ആരോപിച്ചിരുന്നു. MP രാജേഷ്, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ തുടങ്ങി CPMന്റെ മുൻനിര നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത വ്യക്തിബന്ധമുണ്ടെന്നും 2016 ശേഷം UKയിൽ വലിയ വളർച്ചയാണ് രാജേഷ് കൃഷ്ണ നേടിയെന്നും ഇയാൾ പറഞ്ഞിരുന്നു. 2021 താൻ കോടിയേരി ബാലകൃഷ്ണന് രാജേഷ് കൃഷ്ണയെക്കുറിച്ചുള്ള പരാതി കൊടുത്തത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ രാജേഷ് കൃഷ്ണയെ മാറ്റി നിർത്തി. എന്നാൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ രാജേഷ് കൃഷ്ണ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. MV ഗോവിന്ദൻ ലണ്ടനിൽ പോയപ്പോൾ ഇയാളുടെ വീട് സന്ദർശിച്ചു. അവിടെ വെച്ച് പുസ്തക പ്രകാശന പരിപാടിയിൽ ഭാഗമായി. അത് കണ്ട് താൻ ഗോവിന്ദൻ മാഷെ വിളിച്ച് സംസാരിച്ചു. തൻ്റെ കഥകളെല്ലാം കേട്ടിട്ടും മാഷിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ ഉണ്ടായില്ല. താനും പിന്നീട് തൻ്റെ തിരക്കിലേക്ക് മടങ്ങി. ഇതിനിടയിലാണ് പാർട്ടി സമ്മേളന പ്രതിനിധിയായി രാജേഷ് കൃഷ്ണ വരുന്ന വിവരം അവിടെ നിന്നും ഇയാൾ കാരണം ബുദ്ധിമുട്ടിലായിട്ടുള്ള ചിലർ തന്നെ തന്നെ വിളിച്ചു പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി താൻ ഇടപെട്ടു. തമിഴ്നാട്ടിലെ ബന്ധങ്ങൾ വെച്ച് ധവാളെ സഖാവിനെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് മലയാളം മനസ്സിലാകാത്തത് കൊണ്ട് പരാതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി നൽകി. ആ കത്താണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസിൻ്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുന്നത്. ആ കത്ത് എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടിയെന്ന് ചോദിച്ചാണ് താൻ MV ഗോവിന്ദൻ മാഷിന് ഇമെയിലായി പരാതി കൊടുത്തത്. അതും ഇപ്പോൾ പുറത്തായി. ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമാണ് ഇതിന് പിന്നിലെന്ന് താൻ സംശയിക്കുന്നു. ശ്യാമും രാജേഷ് കൃഷ്ണയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ താൻ തന്നെ മുൻ പരാതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ പ്രശ്നങ്ങൾ പുറത്തു വന്നാൽ ഗോവിന്ദൻ മാഷിന് സെക്രട്ടറി സ്ഥാനത്ത് സമ്മർദ്ദമേറും. തന്റെ പരാതികൾ ചോരാൻ കാരണം ശ്യാം മാത്രമാണ്. ശ്യാം ചിലപ്പോൾ നിർബന്ധിതനായതാകാം. രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാകാം. തൻ്റെ കുടുംബത്തിലടക്കം പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിലാണ് താൻ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് അന്വേഷിച്ചത്. 2016 വരെ UKയിൽ ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ചയാളാണ് രാജേഷ്. LDF അധികാരത്തിൽ വന്ന സമയത്ത് ലോക കേരള സഭയിൽ ഇയാൾ ഭാഗമായി. അതിനുള്ള യോഗ്യത അയാൾക്കുണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അന്ന് P ശ്രീരാമകൃഷ്ണൻ മുഖേനയാണ് ലോക കേരള സഭയിലെത്തിയത്. കൊല്ലത്തെ കടൽ കായൽ ശുചീകരണ പദ്ധതിയിൽ ബ്രിട്ടീഷ് പൗരൻ മുഖേന കിങ്ഡം എന്ന പേരിൽ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി. അതിലൂടെ രാജേഷ് കൃഷ്ണ പണം എത്തിച്ചു. അതിൽ 1/3 ഭാഗം തുക മാത്രമാണ് പദ്ധതിക്ക് ചിലവാക്കിയത്. ബാക്കിയെല്ലാം വക മാറ്റി. കിങ്ഡം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് പല വിധത്തിലുള്ള ഇടപാടുകൾ ഇയാൾ നടത്തിയത്. ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്ന് തനിക്ക് പറയാനാവില്ലെന്നും MP രാജേഷ്, KN ബാലഗോപാൽ അടക്കമുള്ള SFI നേതൃത്വത്തിലുണ്ടായിരുന്നപ്പോൾ രാജേഷ് കൃഷ്ണയും അന്ന് സംഘടനാ ചുമതലയിലുണ്ടായിരുന്നുവെന്നാണ് ഷർഷാദ് ആരോപിച്ചത്. ആ കാലത്തെ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. UKയിൽ ഇയാളുടെ കൂടെയുള്ള മലയാളികൾ മുഖേന ലഭിച്ച തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന കോടികളുടെ ഇടപാടുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണം. എവിടെ നിന്നാണ് ഈ തുക വരുന്നതെന്ന് അറിയണം. ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമുമായി വർഷങ്ങളുടെ ബന്ധം രാജേഷ് കൃഷ്ണയ്ക്കുണ്ട്. എന്നാൽ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുൻപാണ് ശ്യാമും രാജേഷ് കൃഷ്ണയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അവർ തമ്മിൽ കുടുംബപരമായി തന്നെ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ ലണ്ടനിലെ വീട്ടിലടക്കം പോകുന്നതെന്നാണ് ഷർഷാദിന്റെ പ്രതികരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.